ഓം ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇന്ന് വൈശാഖ മാസത്തിലെ തിരുവോണമാണ്. തിരുവോണം നക്ഷത്രം ഭഗവാൻ മഹാവിഷ്ണുവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന നക്ഷത്രമാണ്. തുടർച്ചയായി തിരുവോണ വ്രതമെടുത്ത് ഭഗവാൻ മഹാവിഷ്ണുവിനെ പൂജിച്ചാൽ തീർച്ചയായും നമുക്ക് ആ ഒരു കോടീശ്വര യോഗത്തെ, നമ്മുടെ ജീവിതത്തിലെ അല്ലലിനെ മാറ്റി ഐശ്വര്യത്തെ നമുക്ക് എതിരേൽക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് തിരുവോണ നക്ഷത്രം തീരുന്നതിന് മുൻപായിട്ട് നമ്മൾ ഭഗവാൻ വെങ്കടേശ്വര സ്വാമിയുടെ മുൻപിൽ കൊളുത്തിവെക്കേണ്ടുന്ന ഒരു ദീപത്തെക്കുറിച്ചും ചൊല്ലേണ്ടുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചുമാണ്. തിരുവോണ നക്ഷത്രം നമുക്കറിയാം ഇന്നലെ ആരംഭിച്ചു. ഇന്ന് ശനിയാഴ്ച രാത്രി 11:24 വരെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് തിരുവോണ നക്ഷത്രമാണ്. ശനിയാഴ്ചയോട് കൂടി വരുന്ന തിരുവോണ നക്ഷത്രം എന്ന് പറയുന്നത് വളരെ വളരെ ഓസ്പിഷ്യസ് ആണ്, പ്രത്യേകിച്ച് വൈശാഖ മാസത്തിലെ തിരുവോണ നക്ഷത്രം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്ന് സന്ധ്യ എന്നൊന്നില്ല, നിങ്ങൾ ഏത് സമയത്താണോ ഇന്നത്തെ ദിവസം ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ ഇന്ന് രാത്രി 11:24 മുൻപായിട്ട് ഏതൊരു സമയത്തും നമുക്കിത് ചെയ്യാവുന്നതാണ്. എന്നാൽ പോലും സന്ധ്യയ്ക്ക് ആ ഒരു 5:30 മണി മുതൽ ഒരു 8:30 വരെയുള്ള സമയം വളരെ വളരെ ഓസ്പിഷ്യസ് ആണ്, പ്രത്യേകിച്ച് ശനിഹോരയൊക്കെ വരുന്ന ആ ഒരു സമയത്ത്. ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെയുള്ള ശനിഹോര സമയത്തും നമുക്കിത് ചെയ്യാം. അതേപോലെ തന്നെ ഇന്ന് സന്ധ്യയ്ക്ക് വരുന്ന ഗോധുളി മുഹൂർത്ത സമയം, അതായത് പശുക്കൾ മേയാൻ വിട്ട പശുക്കൾ തിരിച്ചു വരുന്ന ആ ഒരു സമയത്തെയാണ് നമ്മൾ ഗോധുളി മുഹൂർത്തം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു ഗോധുളി മുഹൂർത്ത സമയത്തും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. അപ്പം ഈ 2 സമയങ്ങൾ നിങ്ങൾക്ക് പാലിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോ ഇന്ന് കാണുന്ന ഏതൊരു സമയം രാത്രി 11:24 മുൻപായിട്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് മുൻപായിട്ട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു കൊള്ളട്ടെ. ചിലപ്പം നിങ്ങളിന്ന് സാറ്റർഡേ ആണ്, നോൺ വെജ് കഴിച്ചിട്ടുള്ളവരുണ്ടായിരിക്കും. അപ്പം നോൺ വെജ് കഴിച്ചവരാരും ഇത് ചെയ്യാൻ നിൽക്കേണ്ട. കാരണം നമ്മൾ നോൺ വെജ് കഴിച്ചിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടില്ല. അതുകൊണ്ട് നോൺ വെജ് കഴിച്ചിട്ടില്ലാത്തവർ മാത്രം ഇത് ചെയ്യുക. പിന്നെ ആസ് യൂഷ്വൽ പീരിയഡ്സ് വാലായ്മ പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇത് ചെയ്യാനായിട്ട് സാധിക്കുകയുമില്ല. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാനായിട്ട് പോകുന്നതിന് മുൻപായിട്ട് കുളിച്ച് ശുദ്ധമായി നമ്മുടെ വീട്ടിലുള്ള വെങ്കടേശ്വര ഭഗവാന്റെ ഫോട്ടോ, ലക്ഷ്മി ദേവിയോടുകൂടിയുള്ള വെങ്കടേശ്വരനാണെങ്കിൽ അത് ഏറ്റവും അനുയോജ്യം. ഇനി വെങ്കടേശ്വര ഭഗവാൻ മാത്രമേ ഉള്ളെങ്കിൽ ഒരു ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ ചേർത്ത് വെക്കണം ഭഗവാനോട് കൂടിയിട്ട്. ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇതുപോലെ. ഇനി ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുള്ളവർ ലക്ഷ്മി ദേവിയാണെന്ന് സങ്കല്പിച്ച് ഭഗവാന്റെ മുൻപിലായിട്ട് ഏതെങ്കിലും ഒരു പുഷ്പം വെച്ചാലും മതിയാകും. അതിനുശേഷം നമ്മൾ ദീപം കൊളുത്തണം. എന്താണ് ഭഗവാൻ വെങ്കടേശ്വരന് പ്രിയപ്പെട്ട ദീപം? മാവിളക്കാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇതുപോലെ 7 മാവിളക്കുകൾ ഭഗവാന്റെ മുൻപിൽ കൊളുത്താം. അങ്ങനെ അല്ലെങ്കിൽ വെറും 2 മാവിളക്ക് മാത്രമായിട്ടും കൊളുത്താം. അത് നമ്മുടെ ഇഷ്ടമാണ്. 7 മാവിളക്ക് എന്ന് പറയുമ്പം ആ 7 മലകളെയാണ് ഉദ്ദേശിക്കുന്നത്. 7 മാവിളക്ക് നിർബന്ധമൊന്നുമില്ല, 2 എണ്ണമായാലും മതിയാവും. നമ്മുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാനത് വിട്ടു തന്നിരിക്കുന്നു, 7 വേണോ 2 വേണോ എന്നുള്ളത്. മാവിളക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതായത് നമ്മൾ പച്ചരി പൊടി എടുക്കണം. പച്ചരി പൊടിയിലോട്ട് നമ്മൾ ഒരു പഴം, 1 സ്പൂൺ ശർക്കരപ്പൊടി, 1 സ്പൂൺ തേന്, പാലൊഴിച്ച് നന്നായിട്ട് കുഴയ്ക്കണം. കുഴയ്ക്കുമ്പം കൊഴുക്കട്ട, ഇടിയപ്പം ഇതിനൊക്കെ നമ്മൾ കുഴയ്ക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കുഴച്ചെടുക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മാവിളക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഞാനിവിടെ വെറ്റിലേക്ക് പുറത്താണ് ഈ മാവ് വെച്ചിരിക്കുന്നത്, അതായത് മാവിളക്ക് വെച്ചിരിക്കുന്നത്. നമുക്ക് വാഴയിലേക്ക് പുറത്തും വെക്കാം. പച്ച കളർ ബുധനെ കുറിക്കുന്നു. ബുധഭഗവാൻ വെങ്കടേശ്വര ഭഗവാനുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പച്ച വാഴയില അല്ലെങ്കിൽ വെറ്റിലയുടെ പുറത്തായിട്ട് നമ്മൾ മാവിളക്ക് വെക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. മഞ്ഞൾ, കുങ്കുമം, പൊട്ടൊക്കെ തൊടണം. പിന്നെ ഞാൻ ആ ഒരു നാമമാണ് ആ ഒരു മാവിളക്കിൽ എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നെയ്യൊഴിച്ച് വേണം മാവിളക്ക് കൊളുത്താൻ. അതിൽ കുങ്കുമപ്പൂവും ഇടണം. ഉണ്ടെങ്കിൽ തീർച്ചയായും കുങ്കുമപ്പൂവും ആഡ് ചെയ്യണം. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഇവിടെ ചെയ്യണം. പിന്നെ ഞാൻ നിങ്ങളെ ഈ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
സപ്ത ശനിവാര പൂജയാണ്. 7 ശനിയാഴ്ചകളിൽ ഭഗവാന് 7 മാവിളക്ക് കൊളുത്തിക്കൊണ്ട് ചെയ്യുന്ന പൂജ. ആഗ്രഹ സാഫല്യത്തിന് ഇത് വളരെ വളരെ ഉത്തമമാണ്. ഇപ്പം ഞാൻ ഓൾറെഡി 7 വാരം ചെയ്ത് തീർന്നു. ഇനി വീണ്ടും നെക്സ്റ്റ് വീക്ക്, അതായത് കറുത്തപക്ഷം കഴിഞ്ഞ് വെളുത്തപക്ഷം തുടങ്ങുമ്പോൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതുപോലൊരു മുടുപ്പ് നമ്മൾ കെട്ടിവെക്കണം. നമ്മുടെ ആഗ്രഹം പറഞ്ഞ് കെട്ടിവെക്കുന്നതാണ്. ആർക്കെങ്കിലും ഈ പൂജ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി മാവിളക്ക് കൊളുത്താൻ പറ്റില്ല എന്നുള്ളവർ 2 നെയ് ദീപങ്ങൾ കൊളുത്തി വെച്ചാൽ മതിയാവും. അതായത് നമുക്ക് ചെറിയ മൺവിളക്കിലോ ചെറിയ ബ്രാസിൻ്റെ വിളക്കിലോ നെയ്യ് ഒഴിച്ചിട്ട് 2 നെയ്യൊഴിച്ച ദീപങ്ങളായിട്ട് ഭഗവാന് മുൻപിൽ കൊളുത്തി വെക്കാം. ഇനി ഭഗവാന് നമുക്ക് തുളസിമാല ചാർത്താം, മുല്ലപ്പൂമാല ചാർത്താം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ പറ്റുന്നത് അതൊക്കെ സമർപ്പിക്കാം. നിവേദ്യമായിട്ട് നമുക്ക് വെറ്റില, പാക്ക്, പഴം വെക്കാം. അതേപോലെ തന്നെ ഈ സപ്തശനിവാര വ്രതത്തിന് വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ട് നമ്മൾ വെക്കേണ്ടുന്ന ഒരു നിവേദ്യം എന്ന് പറയുന്നത് നമ്മുടെ കറുത്ത എള്ളുകൊണ്ടുള്ള ലഡുവാണ്. അപ്പം അതുണ്ടാക്കി വെക്കാൻ സാധിക്കുന്നവർക്ക് അതുണ്ടാക്കാം. കടയിൽ നിന്ന് മേടിച്ച് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ തൈര് സാദം, ഭഗവാന് വളരെ വളരെ ഇഷ്ടമുള്ള ഒന്നാണ് തൈര് സാദം എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവാന് നമുക്ക് തൈര് സാദം ഒക്കെ വെക്കാവുന്നതാണ്. ഇതൊന്നുമില്ലെങ്കിലും ഒരല്പം അവലാണെങ്കിലും ഭഗവാന് സമർപ്പിച്ചാൽ മതിയാവും. അപ്പം ഇതാണ് നമ്മൾ നിവേദ്യമായിട്ട് വെക്കേണ്ടത്. നിവേദ്യമായിട്ട് ഇതൊക്കെ വെച്ചു. അതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ഒരു ചെറിയ തുളസിയില കയ്യിലെടുത്ത്, തുളസിയില കയ്യിൽ കിട്ടാനില്ലാത്തവർ ഒരു 1 രൂപ നാണയം, ഒന്നെങ്കിൽ തുളസിയില ഇല്ലെങ്കിൽ ഒരു 1 രൂപ നാണയം കയ്യിലെടുത്ത് ഭഗവാനെ എൻ്റെ ഈ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു കിട്ടണമേ എന്ന് പറഞ്ഞ് ഗോവിന്ദ ഗോവിന്ദ എന്ന് ഒരു 3 പ്രാവശ്യം ചൊല്ലിയിട്ട് ആ തുളസിയില അല്ലെങ്കിൽ 1 രൂപ നാണയം ഭഗവാന്റെ ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ വെച്ചിരിക്കുന്നത് അതിൻ്റെ അടുത്തായിട്ട് വെക്കണം. ഇപ്പോൾ വെങ്കടേശ്വര സ്വാമിയുടെ ഫോട്ടോ ഇല്ലെങ്കിൽ, ഞാനത് പറയാൻ വിട്ടുപോയി, വെങ്കടേശ്വര സ്വാമിയുടെ ഫോട്ടോ ഇല്ല എന്നുള്ളവർ കൃഷ്ണനാണെങ്കിലും, അതല്ല നിങ്ങളുടെ കയ്യിലുള്ള കുഞ്ഞു കൃഷ്ണൻ്റെ ഫോട്ടോയോ വിഗ്രഹം എന്താണോ ഉള്ളത് അത് വെച്ചാലും മതിയാവും. എല്ലാ ഭാവങ്ങളും ഒന്ന് തന്നെയാണ്, അതുകൊണ്ട് അതിൽ നമുക്ക് ടെൻഷൻ വേണ്ട. ഇനി നമ്മൾ ചൊല്ലേണ്ടുന്ന മന്ത്രം, ഈ ഒരു മന്ത്രം നമ്മൾ ചൊല്ലുന്നതിന് മുൻപ് ഓം ശ്രീം മഹാലക്ഷ്മിയെ നമഃ എന്നുള്ള മന്ത്രം 3 പ്രാവശ്യം നമ്മൾ ജപിക്കണം. അതായത് ഏതൊരു വിഷ്ണു പൂജ ചെയ്യുമ്പോഴും ആദ്യം മഹാലക്ഷ്മിയെയും, എപ്പോൾ മഹാലക്ഷ്മി പൂജ ചെയ്താലും ആദ്യം ഭഗവാൻ മഹാവിഷ്ണുവിനെയും സ്മരിച്ചുകൊണ്ട് വേണം നമ്മൾ പൂജ ചെയ്യാൻ. കാരണം ലക്ഷ്മി ഉള്ളിടത്ത് വിഷ്ണുവുണ്ട്, വിഷ്ണു ഉള്ളിടത്ത് ലക്ഷ്മി ദേവിയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളെ വിട്ടിട്ട് നമ്മൾ പൂജ ചെയ്യരുത്. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പം 2 പേരുടെയും ബ്ലെസ്സിങ്സ് നമുക്ക് ലഭിക്കും. അപ്പോൾ ആദ്യം തന്നെ ഓം ശ്രീ മഹാലക്ഷ്മി നമഃ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള മഹാലക്ഷ്മി ദേവിക്ക് പൂക്കളോ തുളസിയിലയോ എന്തെങ്കിലും സമർപ്പിക്കാം. അതിനുശേഷം ഭഗവാൻ വെങ്കടേശ്വരൻ്റെ ഗായത്രി മന്ത്രമാണ് നമ്മൾ ജപിക്കുന്നത്. ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഓം നിരഞ്ജനായ വിദ്മഹേ നിരപശായ ധീമഹി തന്നോ ശ്രീനിവാസ പ്രചോദയാത്. ഓം നിരഞ്ജനായ വിദ്മഹേ നിരപശായ ധീമഹി തന്നോ ശ്രീനിവാസ പ്രചോദയാത്. ഇതാണ് നമ്മൾ ചൊല്ലേണ്ടുന്ന ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഭഗവാൻ വെങ്കടേശ്വരൻ്റെ ഗായത്രി മന്ത്രം. ഈ ഒരു മന്ത്രം നമ്മൾ 108 പ്രാവശ്യം ജപിക്കാൻ പറ്റിയാൽ അത് വളരെ വളരെ ഉത്തമമാണ്. അങ്ങനെ അല്ലെങ്കിൽ 27 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. ഒരുപാട് തുളസി ഇലകളോ പൂക്കളോ കയ്യിലുള്ളവർ നിങ്ങൾക്ക് മന്ത്രം ചൊല്ലി ഭഗവാനെ അർച്ചന ചെയ്യാവുന്നതാണ്. അതൊന്നും താല്പര്യമില്ലാത്തവർക്ക് 108 27 പ്രാവശ്യം നിങ്ങളുടെ ഇഷ്ടം പോലെ മന്ത്രം ചൊല്ലിയാൽ മാത്രം മതിയാവും. അതിനുശേഷം ഭഗവാനോട് വീണ്ടും നമുക്ക് നല്ല രീതിയിലുള്ള ഐശ്വര്യവും സമൃദ്ധിയും തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്യേണ്ടതാണ്. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലോട്ട് സഡനായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാവുന്നതാണ്. ഭഗവാന്റെ ഒരു അനുഗ്രഹം ഉണ്ടാവുന്നതാണ്. എന്തെങ്കിലുമൊക്കെ ഒരു മിറക്കിൾ തീർച്ചയായും സംഭവിച്ചിരിക്കും. ഇത് നിങ്ങൾക്ക് തുടർച്ചയായിട്ട് എല്ലാ ശനിയാഴ്ചകളിലും വേണമെങ്കിൽ ഫോളോ ചെയ്യാം. അതായത് 2 മാവിളക്ക് കൊളുത്തി വെച്ചുകൊണ്ട് ഇതേ കാര്യം 7 ശനിയാഴ്ചകളിലായിട്ട് ഫോളോ ചെയ്യാം. താല്പര്യമില്ലാത്തവർക്ക് ഇന്ന് മാത്രമായിട്ടാണെങ്കിലും ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇപ്പോൾ തുളസിയിലയോ അല്ലെങ്കിൽ 1 രൂപയോ ആദ്യം നമ്മൾ ഭഗവാന് സമർപ്പിക്കാൻ പറഞ്ഞല്ലോ. 1 രൂപയാണെങ്കിൽ അത് നിങ്ങൾക്കെടുത്ത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. എപ്പോഴൊക്കെ ഈ ഒരു കാര്യം ശനിയാഴ്ചകളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പോഴൊക്കെ ആ 1 രൂപ നാണയം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്.
അതേപോലെ തന്നെ ഭഗവാനോട് നമ്മൾ നിർമ്മലമായ ഭക്തിയോടുകൂടി തന്നെ പ്രാർത്ഥിക്കണം. ഇന്നത്തെ ദിവസം വീടിനടുത്തുള്ള പെരുമാൾ ക്ഷേത്രം, കൃഷ്ണ ക്ഷേത്രത്തേക്കാൾ കൂടുതലായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പെരുമാൾ ക്ഷേത്രമാണ്. അവിടെ പോയി ഭഗവാന്റെ ആ ഒരു കൊടിമരത്തിന് 27 തവണ പ്രദക്ഷിണമൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉത്തമമാണ്. അപ്പോൾ കഴിയുന്നതും എല്ലാവരും ഇന്നിത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അത് മാത്രവുമല്ല, ഇന്ന് ശനിയാഴ്ചയോട് കൂടി വന്നിരിക്കുന്ന അഷ്ടമിയാണ്. നമുക്കറിയാം, അഷ്ടമി തിഥി എന്ന് പറയുന്നത് ഭഗവാൻ ശിവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ശനിയാഴ്ചയും ഭഗവാൻ മഹാദേവനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ദിവസമാണ്. ഇന്നത്തെ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ജലധാര, കരിക്ക് ധാരയൊക്കെ ഭഗവാന് സമർപ്പിക്കുന്നതും കറുത്ത നായ്ക്കൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതും വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഇന്ന് വൈകിട്ട് 8 ദീപങ്ങൾ ഭഗവാൻ മഹാദേവന് മുൻപിൽ കൊളുത്തി വെച്ച് 8 പ്രാവശ്യം നമ്മൾ ശിവതാണ്ഡവ സ്തോത്രം ജപിക്കുന്നതും വളരെ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതിലെന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് അതൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായും ഇന്നത്തെ ദിവസം ഭഗവാൻ മഹാദേവനും മഹാവിഷ്ണുവിനും ഒരുപോലെ പ്രിയപ്പെട്ടതായതുകൊണ്ട് 2 പേരുടെയും അനുഗ്രഹം കിട്ടുക തന്നെ ചെയ്യും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.